இந்த ஊர் பேர் என்ன அக்கா? இந்த கோயில் பேர்? മാരിയമ്മ. கடை வச்சிருக்கா? അങ്ങനെ 8:55 കേട്ടോ. കഞ്ഞിയും പയറും. അങ്ങനെ നമ്മൾ മാലിക്ക് തൊട്ട് ഇവിടെ നിൽക്കണേ. ഈ ഒരു സ്ഥലത്തു നിന്നേ കുടിക്കണ വെള്ളം എടുക്കട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്. വലിയ പൈപ്പിൽ നിന്ന് ചെറിയ പൈപ്പൊക്കെ വെള്ളം വരുന്ന ചാറിനുണ്ട്. ഈ ഒരു മനോഹരമായിട്ടുള്ളൊരു ഗ്രാമപ്രദേശത്ത് നിന്നാട്ടോ വെള്ളം എടുക്കണേ. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇരുന്ന് സംസാരിച്ചു കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് കേട്ടോ. പോസ്റ്റൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ വലിയൊരു ആൽമരമുണ്ട്. അവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ മരങ്ങൾ മനോഹരമായിട്ടുണ്ട്. ഒരേ ഇല്ലയിൽ ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ മരങ്ങളാണ് കേട്ടോ. നമ്മളെ ഇവിടെ നിന്ന് പരിചയപ്പെട്ട ഏട്ടനാട്ടോ. ഇവിടെ നൊങ്കിൻ്റെ ഒക്കെ പരിപാടി ഉണ്ട്. അരിയല്ലൂര് വേണ്ട വേണ്ട இல்லங்க தோப்பு இருக்கு, என் சகால தோப்பு. தோப்பு மாமா எடுத்து உன்னை ப்ரோ வந்து யூடியூப்பில் போடுறதான் 10,000 லைக் போடுவோம்னு நினைக்கிறேன் சார். உங்களுக்கு லாஸ்ட்டாக லைக் எம்பிட்டு சார்? அதான் வந்தால சின்ன குழந்தை ஒன்று இருக்குது. இது எங்கேருந்து வர்றேண்ணா? இது எங்கேருந்து இருக்கிற காய்? இது இங்கே லோக்கலில் இங்கே வெட்டிட்டு இருக்காரு. அப்படிங்களா? என்ன ஆள் என்ன வரவே இல்லைன்னா சரி போயிட்டு வாங்க. நாங்கள் அரியலூர் கிளம்புறோம். காரோட தான் போகிறோம் பிரதர். മോനിസ ഇറങ്ങാ. മോനിസെല്ലാം പോലെ ഇറങ്ങാൻ കേട്ടാ. നൊങ്ക് அண்ணா கிளம்புறேண்ணா. போதுண்ணா போதுண்ணா போதும் 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 ப்ரோ. நீங்கள் எடுத்துகிட்டு போங்க. போதும் போதும். அரியலூரில் வேணா பைபாஸில் வேணா இது தங்கிக்கிறீங்களா? ஒரு ஸ்டே ஹோம்லி. அரியலூர் என்ன பார்க்கறதுக்கு இருக்குண்ணா? அரியலூரில் ஒன்றும் பார்க்குறதுக்கு நீங்கள் பார்க்குறதுக்கு காய்கறி மியூசியம் இருக்குது. ஓல்ட் ஈஸ் 2000 இயர் எகோ வந்து மியூசியம். அது அரியலூர் டு கீழப்பலூர் எண்டிங் ஒரு 10 கிலோமீட்டர். சரி சரி. அப்படியே அரியலூர் வந்து எல்லா சிமெண்ட் ஃபேக்ட்ரி இருக்குது. சிமெண்ட் ஃபேக்டரியா? காய்கறி வியாபாரம் அந்த மாதிரி தோப்பு காய்கறி வியாபாரம்லாம் இந்த ஏரியா தான் தோப்பு. இதெல்லாம் இதில் வேணுமா இங்கே வேணா எல்லாமே அரேஞ்ச் பண்ணி எல்லாத்துக்கும் கொடுக்குறோம். எல்லா நண்பர்களும் காய்கறி பூ வியாபாரம் எல்லாரும் நண்பர்கள் இருக்காங்க. இந்த ஊரில் போய் சுற்றி பார்க்கறதுக்கு இருக்கா? இப்படி இந்த ரோடு எங்கே போகிறேன்? இங்கே சுற்றி பார்க்கணுமா? கும்பகோணம் போவோம். அவன் சாமியை கூப்பிடு. அவனை எழுத்துட்டு போய் அவன் பூக்கொல்லையில் വിടുമാ. പൂക്കൊള്ള വെച്ചിരിക്കണ இல்லையா? അപ്പോൾ ഏട്ടന്മാരെ ഇവിടെ ഒരു പൂന്തോപ്പുണ്ട്. അവിടേക്ക് പോകാമെന്ന് അറിയണ്ടിട്ടാ. പൂന്തോപ്പ് താനേണ്ണാ? പൂന്തോപ്പ് താനേ? ശരി ശരി. അങ്ങനെ ഈ ഒരു കവാടം താണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഇത് തമിഴ്നാട് ഒരു ഗ്രാമമാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ബിൽഡിങ്ങുകളും കാര്യങ്ങളും കടകളൊക്കെ നോക്കിക്കൊള്ളിട്ടാ. റോഡിന് എത്രത്തോളം ചാരിയിട്ടാണെന്നുള്ളതൊക്കെ നോക്കിയിട്ടാ. തമിഴ്നാട്ടിൽ ഓൾറെഡി ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടോ, ഗ്രാമങ്ങളായാലും ടൗണുകളായാലും ഒക്കെ. അങ്ങനെ നമ്മൾ തമിഴ്നാട് ഉൾഗ്രാമത്തിലാണ് കേട്ടോ. ഇവിടെ ഒരു ക്രിക്കറ്റ് മാച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. എന്താ ഊര് പേരെന്നാ? வீரசிங்கப்பட்டி. என்னெல்லாம் இருக்காங்க? கத்திரி இருக்கு, பூ இருக்கு, எள்ளு இருக்கு, உளுந்து இருக்கு, எல்லாம் இருக்கு, வாழை இருக்கு, எல்லாம் இருக்கு. അപ്പോൾ ഈ അണ്ണനെ കേട്ടോ നമുക്ക് ഇവിടെ പരിചയപ്പെടുത്തി തന്നത്. അണ്ണൻ്റെ ഡ്രൈവർ ആയി കൊടുങ്ങാണ. അപ്പോൾ പോയി പാക്കണം. അതെ അതെ. ഇവർ പറയണതേ നമ്മൾ കുട്ടീനേറ്റും വൈഫിനേറ്റും വന്നുകൊണ്ടാണ് ഇവർക്ക് നമ്മളോടൊരു സിമ്പതി എന്നുള്ള കേട്ടോ പറയണത്. நன்றி அண்ணா, நன்றி அண்ணா. இல்லை நான் சொல்கிறேன் என்னன்னா, குழந்தைங்க இருக்கிற மாதிரி வந்ததுனால தான் நீங்கள் கொஞ்சம் இன்ட்ரெஸ்ட் ஆச்சுன்னு. ஆமாம் ஆமாம் ஆமாம். ഓക്കെ താങ്ക്സ് അണ്ണാ. അത് എന്നാ അങ്ങനെ മാലിക്കിനോട് നിർത്തിയിരിക്കണേ. മോനൂസ് ഉറങ്ങാൻ ടൈല് നല്ല ക്ഷീണമുണ്ട് എന്താണാവും. അങ്ങനെ ഏട്ടനെ ഇതാ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഏട്ടൻ്റെ സ്വന്തം തോപ്പാണ്. അപ്പോൾ അവർ പറഞ്ഞതേ
നമ്മൾ ഫാമിലിയോടെ ഇത് കണ്ടുകൊണ്ടാണ് അവർക്ക് കൂടുതലായിട്ട് നമ്മളോട് ഇമ്പ്രസ് വന്നത്. കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. നൊങ്ക് മേടിച്ചു തന്നു, എന്ത് വേണമെങ്കിലും നമുക്ക് മേടിച്ചു തരാം. അങ്ങനെ ഇങ്ങനെ ഓൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ ഏട്ടനത് അവിടെ നിൽക്കണേ, ഏട്ടൻ്റെ തോപ്പും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം കേട്ടോ നമുക്ക്. അങ്ങനെ നമ്മൾ നല്ലൊരു മല്ലിക തോപ്പൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് എവിടെ ഏക്കർ എടുക്കണ? 1 ഏക്കർ മല്ലിക തോട്ടം. വേറെ ഇത് കാണുന്ന എല്ലാം കേട്ടോ. ഇത് മല്ലികത്തോപ്പ്. ഇങ്ങ എന്നാ കീര. കത്തിരി. ഇത് ചീര കേട്ടാ. വഴുതനങ്ങ. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു തോട്ടം കേട്ടോ ഉപരി കാണിച്ചത്. ഏട്ടനിപ്പോൾ നമുക്ക് കുറച്ച് ചീര പറിച്ചു തരാൻ വേണ്ടിയിട്ട് പോവാൻ കേട്ടോ. പറിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര സ്നേഹം കേട്ടോ ഇവൽക്കൊക്കെ നമ്മളോട്. വൈറ്റമിൻ ഉള്ള സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ടേ ഏട്ടൻ നമുക്ക് വേണ്ടിയിട്ട് പറിക്കണേ. കൊഞ്ചം പോതു പറഞ്ഞാ ഒരേ ഒരു നേരത്തേക്ക്. மல்லி இந்த மல்லிப்பூக்கு என்ன சொல்லுவேன்னா, இந்த பூக்கு என்ன சொல்லுவேன்? செட்டிப்பூ. செண்டிப்பூ. இந்த பூக்கு நம்ம இடத்துல என்ன சொல்லுவேன்னா மல்லிப்பூன்னு சொல்லுவேன் மலையாளத்துல. இது செண்டிப்பூ தான். செண்டிப்பூ. இங்க செல்லிப்பூ வேற அந்த சின்ன சின்னதா இருக்கு பாத்தீங்களா, அதுதான் மல்லிப்பூ. இது செண்டிப்பூ. இது செண்டிப்பூ. செண்டிப்பൂ. അപ്പോൾ ഇവര് പറയണത് നമ്മളോടുള്ള മുല്ലപ്പൂവിന് ഇവിടെ മല്ലിപ്പൂ എന്നാണ് പറയാ. மெலிசா இருக்கும், சின்ன சின்னதா இருக்கு பாத்தீங்களா, அது முல்லைப்பூ. அந்த குண்டு குண்டா சின்ன சின்னதா வேற பேச இருக்கும், அது வந்து மல்லிகைப்பூ. இது வந்து செண்டிப்பூ. இது வந்து இந்த கோயிலுக்கெல்லாம் யூஸ் பண்ண மாட்டாங்க. அந்த இப்போ அந்த தட்டு இது மாதிரி இருக்கு பாத்தீங்களா, அதுக்கு யூஸ் பண்ணுவாங்க. இது பறிக்காம விட்டுருக்கு இப்போ? இல்ல, நேத்தி தான் பறிச்சேன். நேத்திக்கா? டெய்லி பறிப்பீங்களா? சரி சரி. அந்த மேல இருக்குல்ல, அதுல வந்து அந்த செவந்திப்பூ வைப்பேன். அது இதுலயே പാലിമേറിൽ പോട്ടെ 3 ദിവസം. അപ്പോൾ ഏട്ടൻ നമുക്ക് കുറച്ച് ചീര തരത്തേക്കണം കേട്ടോ. അത് മതിയെന്ന് പറഞ്ഞാണ്. മതിയെന്ന് പറഞ്ഞ നല്ല അടിപൊളി ചീര കേട്ടോ. இது ரொம்ப நல்லது அது. ஆனால் மருந்து போடுறது தான் இது, இருந்தாலும் நல்லா இருக்கும். நல்லா இருக்கும். உங்கள் பக்கமே இருக்குமே. ഞാൻ ഒവ്വൊരു ഏരിയയിൽ ഒവ്വൊരു മോഡല്. ഈ ചീര നമ്മൾ ആദ്യമായിട്ട് കാണല്ലേ ഈ ഒരു ഐറ്റം? നമ്മളവിടെ ഇത് തന്നെ. അപ്പോൾ അവര് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് പോവാണ് കേട്ടോ. അവർ 3 ആളും. അത് മൂപ്പരെ കൂട്ടുള്ള ആളാണ്. മറ്റുള്ള നമ്മളെ ഇവരൊക്കെ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ ഈ കാണുന്ന തോപ്പാണ് ടെള്ള്. കണ്ടമോനുണ്ട് കേട്ടോ, വിശാലമായിട്ട് പരന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ എള്ളുംതോട്ടം കാണുന്നതും കാണിക്കുന്നതും കേട്ടോ. മുന്നേ നമ്മൾ കുറേ സ്ഥലത്ത് നിന്ന് കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഇതുപോലെ ഇറങ്ങി കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഒഴിവാക്കി പോകുന്നതാണ്. പരന്ന് കിടക്കുന്ന തോട്ടം കേട്ടോ. ഇവിടെ ഇങ്ങനെ മഞ്ഞ പൂ ഇങ്ങനെ കാണുമ്പോൾ ഒരു വെറൈറ്റി. ഒരു സ്ട്രെച്ച് ഇങ്ങനെ നോക്കിട്ടോ, ഇങ്ങനെ വരുമ്പോൾ ഇവിടെ മഞ്ഞ, ഇവിടെ പച്ച. അപ്പോൾ ഏട്ടന്മാർ നമുക്ക് ഇവിടെ നിന്ന് വാണ്ടൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു മത്തൻ എടുക്കുന്നുണ്ട്. വലുതതിൻ്റെ അപ്പുറത്തുണ്ട്, നമ്മൾ എടുക്കലില്ല കേട്ടോ. കാരണം നമുക്ക് നാശമായി പോകും. ആയിട്ടില്ല, അപ്പോൾ എടുക്കണ്ടെന്നാ. വാ, നാശമായിട്ട് കാര്യമില്ല. പോരാ. ആമാ കേട്ടോ, പാവാള് അടിപൊളി. കൈ കൊടുക്കാൻ. കേരളാണ്. உங்க பேர் என்னண்ணா? சங்கர். ரொம்ப வெயில் இல்லையா? வெயில் ரொம்ப இல்லை. தண்ணி எல்லாம் சீக்கிரம் போயிடுச்சு. ஆமாம், எல்லாம் பூரா அந்த இதாக இருக்குது. நீங்களா இது பார்க்குற ஆளே? நீங்களா இந்த தோப்பு பார்க்குற ஆளே? நாங்கள் தான் பார்த்துக்கலாம். ശരി ശരി. അപ്പോൾ ഈ ചീരത്തോട്ടം കേട്ടോ. അപ്പോൾ പുല്ലാണ് പൊന്തിനെന്നാണ് പറയണേ. മൂപ്പര് മരുന്നടിക്കാൻ കേട്ടോ. അപ്പോൾ കേട്ടോ, ഇതാ ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ ഇറക്കും. ഫ്രഷ് സാധനം. വാ, ഫ്രഷ് സാധനം. ഇത്രയും ഫ്രഷ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുമോ? ഇവിടെ കേട്ടോ ഇങ്ങനെ നിൽക്കണേ. ഇതിങ്ങനെ പിടിക്കുക, ഇങ്ങനെ പൊട്ടിക്കുക. കണ്ടോ, 2 എണ്ണമായിട്ടോ. ഇത്രയും ഫ്രഷ് സാധനങ്ങൾ കഴിച്ചവരുണ്ടെങ്കിൽ പറയട്ടോ. ഇതൊക്കെ ഓൾ ഇന്ത്യ യാത്രയിൽ തന്നെ കിട്ടുള്ളൂ കേട്ടോ. അടുത്ത കേട്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുക, പൊട്ടിക്കുക. മാഷാ അല്ലാഹ്.
അപ്പോൾ കത്രികത്തോട്ടത്തിലാണ്, കത്രികത്തോട്ടത്തിലെ വിശേഷങ്ങളിലാണ് കേട്ടോ. അപ്പോൾ കൂടെ കൂടാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. മാലിക്ക് ഇതാട്ടോ അവിടെ നിൽക്കണേ. പിന്നെ ഇതുപോലത്തെ ആൾക്കാരുള്ളതുകൊണ്ട് കേട്ടോ നമുക്കൊക്കെ നാട്ടിൽ സാധനങ്ങൾ എത്തണേ. ഇവരൊന്നും ജാതി മതം പേര് ഇതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അവരെടുക്കണ ഒരു റിസ്ക് മാത്രമേ നമ്മൾ നോക്കിയാൽ മതി കേട്ടോ. ഇത്രയും പൊരും വെയിലത്താണ് അവർ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാട്ടോ ഇത്രയും ഫ്രഷ് സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോളേ ഞങ്ങൾ ഇത്രയും തോന കേട്ടോ ഉണ്ടോക്കാണേ, ഇത്രയും തോന കത്രിക്കായ എടുത്തിട്ടോ. മനസ്സത് ഇറങ്ങണം ഇപ്പോഴാണ് നീച്ച്. അങ്ങനെ നമ്മളെ ഏട്ടനകത്ത് അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കണേ പാവം. അണ്ണാ അണ്ണാ കളമ്പറ ശരി. അങ്ങനെ യാത്രയിൽ തന്നെ കേട്ടോ അവളാണ് ഇവിടെ മീൻ വിൽക്കുന്ന ഒരു സ്ഥലം കണ്ടത്. ഒക്കെ ഫ്രഷ് മീൻ കേട്ടോ, ഫ്രഷ് മീൻ ഇതാ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അതിനിങ്ങനെ പിടിക്കുക കൊടുക്കുക. അവിടെ വെട്ടിത്തരും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളൊരു 100 റുപ്യക്ക് പറഞ്ഞു കേട്ടോ. അപ്പോൾ എടുക്കേണ്ട മുമ്പിൽ ഇത്രയും ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളേ 100 റുപ്യക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് തന്നെ പോലെ ക്ലീനാക്കി തരും. നല്ല ഫ്രഷ് മീൻ കേട്ടോ. ഫ്രഷ് മീൻ ഇതുപോലെ ക്ലീൻ ആക്കിയതിൻ്റെ ശേഷം തോല് ചുരണ്ടതിൻ്റെ ശേഷമാണ് വെട്ടി കൊടുക്കട്ടോ. ഫുള്ള് പുഴമീനാണ്, കടൽ മീൻ കിട്ടൂല എന്നാണ് തോന്നുന്നത് ഏരിയയിൽ. അണ്ണാ ഇത് ഊർ പേരെന്നാ? ഊർ പേര് നടുകര. ഇത് ആറ്റിലിരുന്ന് പിടിക്കുന്ന മീനാ? എന്താ ആറ്റിലിരുന്ന? കുളം. ആ അപ്പോൾ കുളത്തു നിന്നൊക്കെ പിടിക്കുന്ന മീനാണ് കേട്ടോ. അടിപൊളി. നമ്മളെ മീനതാ വെട്ടാനുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാളിൽ കടൽ മീനും കിട്ടും. ഇവർ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇത് കൊടുക്കുന്നതാണ് കേട്ടോ. മത്തി മീനുണ്ട്, മത്തി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വില 150 രൂപ കിലോന്. പിന്നെ വെട്ടുന്നതിന് സെപ്പറേറ്റ് നമുക്ക് പൈസ വരും കേട്ടോ. വെട്ടി കൊടുക്കുന്നുള്ളത് വലിയൊരു സംഭവമാണ് കേട്ടോ, വലിയ കിട്ടലാണ്. ആ പീസ പോടും. അപ്പോൾ ഈ ഏരിയ മൊത്തം മീനിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ മേടിച്ച് വെട്ടാൻ 20 റുപ്യ, മീൻ 100 റുപ്യ കേട്ടോ. ഇനി അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോവാം. നമ്മൾ ഈ ടയറ് ഒന്ന് മാറ്റി തിരിച്ചു കൊടുക്കാണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നാ കേട്ടോ. ഈ കാണുന്നൊരു കടയിലാട്ടുള്ളത് നമ്മളെ വീൽ സ്പാനർ ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പോവാണ്. ഈ ടൗണാണ് കേട്ടോ, ഇങ്ങനെ ഒരു ടൗണാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് കടയിൽ കയറൊക്കെ ചോദിച്ചിട്ടോ, കയറൊന്നും കിട്ടാനില്ല. ഈ കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കടകളിലൊക്കെ സാധാരണ എല്ലാ കടയിലും ഉണ്ടാവും കയറൊക്കെ, ഇവിടെ അങ്ങനെ കിട്ടാനില്ല. അതേപോലെ ചകിരി ഒന്നും കിട്ടാനില്ല കേട്ടോ. ഇനി ഇവിടെ ചകിരി ഉണ്ടോ ചോദിച്ചോക്കാം, ചകിരി ഉണ്ടെങ്കിൽ അവ മേടിക്കണം. അപ്പോൾ നമ്മൾ ചകിരിയും കയറും മേടിച്ചിട്ടുണ്ട് കേട്ടോ, തിരുമ്പി തോരട്ടാൻ. ചകിരി ഇതേപോലെ എവിടെയും കിട്ടിയിരുന്നില്ല. ഇവരെങ്ങനെയും കഴുകി വൃത്തിയാക്കിയിട്ടാണ് ടയർ കുടുക്കി കൊടുക്കുക. എല്ലായിടത്തിലും இந்த மாதிரி சுத்தம் பண்ணுவீங்களா? എല്ലാ ടയർ കടയിലും കേരളത്തിൽ இந்த மாதிரி இருக்காது. ക്ലീൻ பண்ணுவீங்களா? ഫുള്ള് ക്ലീൻ ആക്കിയിട്ടാ ടയർ കുടുക്കി കൊടുക്കുക. അപ്പോൾ ഇവർ പറയണതേ ഇത് കറക്റ്റ് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ കാറ്റ് ലീക്ക് ഉണ്ടാവും. അപ്പോൾ ഇവർ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത് ക്ലീൻ ആക്കിയിട്ടാട്ടോ ടയർ കുടുക്കി കൊടുക്കണേ. ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ, നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം ഇങ്ങനെ ക്ലീൻ ആക്കണേ. കമ്പിച്ചകിലൊക്കെ ഇട്ടിട്ടാണ് ഓരോത്തിന്. അപ്പോൾ ഇവർ ആ ജോലിയോടുള്ളൊരു ആത്മാർത്ഥത ഉണ്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു കടയിൽ നിന്നാണ് മാറിയിട്ടുള്ളത്. ടയർ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ട കാഴ്ച കേട്ടോ,
നല്ല പ്രായമായിട്ടുള്ള ആൾക്കാർ എന്തോ ഉന്തിക്കൊണ്ട് പോകുന്നുണ്ട് ഒരു വണ്ടിയിൽ. നല്ല പ്രായമായിട്ടുണ്ട്. നടുക്കരൈ. ആ ശരി, നടുക്കടൈ. ഉങ്ങൾ രണ്ടാൾ പേര്? അനസ്. ഉങ്ങൾ പേര്? കാർത്തി. ശരി അണ്ണ കളമ്പറ. ശരി. ആ അങ്ങനെ മാലിക്കോട് നിൽക്കണം കേട്ടോ. ഉള്ളിൻ്റെ ഉള്ളിലെ ചെറിയ റോഡാണ്. ചുറ്റുപുറം നോക്കിക്കൊള്ളിട്ടെ. എള്ളിൻ്റെ കൃഷിയാണ്. കണ്ണത്തോ ദൂരമുണ്ട്. ഇവിടേക്കൊക്കെ കണ്ണത്തോ ദൂരം എള്ളിൻ്റെ കൃഷിയാണ് കേട്ടോ. മനോഹരമായൊരു കാഴ്ച. നല്ല വെയിലുണ്ട് കേട്ടോ പുറത്തിപ്പോൾ. അങ്ങനെ നമ്മൾ ചെറിയ റോഡ് കേട്ടോ. ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഈ ഒരു ഏരിയനെ പറ്റി പറയുകയാണെങ്കിൽ ഫുള്ള് എള്ളിൻ്റെ കൃഷികളാണ് കേട്ടുള്ളത്. നല്ല തെളിഞ്ഞ് നിൽക്കുന്ന വെള്ളമുള്ളൊരു കുളം കണ്ടിട്ടോ. മനോഹരമായിട്ടുണ്ട്. ഒരുപാട് ദൂരമുണ്ട്. വലിയ കുളം. ഇപ്പോൾ ഒരു പ്രദേശമൊക്കെ ഒഴിഞ്ഞ് കിടക്കണം കേട്ടോ. ഫുള്ള് എള്ള് കൃഷികൾ. അങ്ങനെ ഞങ്ങൾ തിരുമ്പിയത് ഈ ഒരു വേലിക്കെട്ടിൽ തോരട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൽ കാണുന്ന കണ്ണെത്താ ദൂരം പാടം മൊത്തം എള്ളുകളാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു കുളത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് വേണം വണ്ടിയൊക്കെ ഇറക്കി കഴുകാനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് കേട്ടോ. നല്ല കാറ്റുമുണ്ട്. ജസ്റ്റ് ഇതവിടെ മീൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മീൻ മേടിച്ചത് കറി വെക്കാനോ പൊരിക്കാനോ എന്തോ പരിപാടിയിലാണ്. അങ്ങനെ മാലിക്കൽ നിർത്താൻ കറക്റ്റ് ഒരു സ്പേസ് ഉണ്ട് കിട്ടിയിട്ടാ. അടിപൊളി കുളം കാര്യങ്ങളൊക്കെ വൈബ് ഏരിയ. മീൻ വൃത്തിയായിട്ടില്ല. അപ്പോൾ ഓല് ക്ലീനാക്കി തന്നത് ഒന്നുകൂടി നമ്മൾ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. എന്നാലും കുറേ പരിപാടികൾ കഴിഞ്ഞ് അല്ലേ, ഒന്നുകൂടി വൃത്തിയാക്കി കഴിക്കാൻ മതി. അങ്ങനെ വൈബ് ഒരു ഏരിയയിൽ വെച്ചിട്ടാ കുക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മനസ്സ് ടയർഡായി കിടക്കുന്നുണ്ട്. പിന്നെ എന്താ ഇങ്ങനെ നമ്മൾ സ്റ്റൂളവിടെ ഇട്ടിട്ടുണ്ട്. ഇനി കുറ്റാണ്ട് ഇറക്കി വെക്കണം കേട്ടോ. അല്ല, സ്റ്റൗവാണ്ട് ഇറക്കി വെക്കണം. പിന്നെ മീനത് ഏകദേശം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കാറ്റ്, അടിപൊളി കാറ്റ്. എന്താ കാറ്റില്ലേ. நீங்க எந்த ஊர்? இந்த 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 ஊர் பேர் என்ன? தில்லஸ்தானம். இங்க ஃபுல்லா காய்கறியா? காய்கறி தோட்டமா? இல்ல இல்ல. எள்ளு, நெல்லு, அப்புறம் வந்து உளுந்து. உளுந்து. அவ்வளவுதான். உளுந்துனா? உளுந்து உளுந்து. ஆ ஓகே ஓகே. ஆ ஓகே ஓகே ஓகே. உங்க പേര്? என் பேர் நித்தின். அவன் പേര്? அவன் பேர் மதன். അങ്ങനെ ചെറുപയറിട്ട് വെച്ച ചോറ്. അങ്ങനെ നേരത്തെ മേടിച്ച മീനും. അടിപൊളി കോമ്പിനേഷൻ. നല്ല വൈബായിട്ടുള്ള കുളത്തിൻ്റെ ആംബിയൻസ് കേട്ടോ. അങ്ങനെയുണ്ട്. ഈ ഒരു ഏട്ടനെ നമ്മൾ കുളിക്കാൻ വന്നപ്പോൾ പരിചയപ്പെട്ടാ. പുത്തനത്താണില്ലേ വർക്ക് എടുത്തിരുന്നേ? പുത്തനത്താണി എങ്ങനെയാണ വർക്ക്? ആ എന്താ മാതിരില്ലേ. അടിപൊളി. എന്ത് പേരെന്നാ? അല്ല ഉങ്ക പേര്? കുമാർ. இந்த ஊர் പേര്? പെരുമ്പുളിയൂർ. ആ അടിപൊളി. ഈ ഏട്ടനൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മളിട്ടേ വർത്താനം പറഞ്ഞിട്ട്. അപ്പോൾ പെരുമ്പുളിയൂർ. അപ്പോൾ പുത്തനാണി വന്നെന്ന് പറഞ്ഞപ്പോൾ ആളൊന്ന് പരിചയപ്പെടുത്താൻ എഴുതിയാണ്. നമ്മളവിടുന്ന് 5 കിലോമീറ്റർ ഉള്ളൂ. ആ ആ ആ இவர் வந்து நம்ம இடத்துல இருந்து 5 கிலோமீட்டர் புத்தனதானி. உங்க சொன்ன இடத்துக்கு ஒரு 60-70 கிலோமீட்டருக்கு மேல இருக்கு. 100 கிலோமீட்டர் பக்கம் இருக்கு. ஆ மலப்புரம் ஏரியா. கொத்தனார் வேலைக்கு போனது புத்தனதானி. அதுக்கப்புறம் லாரி டிரைவரா போனேன். அப்புறம் திருச்சூர் சாலக்குடி இது இறக்க போனேன், சிமெண்ட் இறக்க போனேன். அப்புறம் வந்து இங்க கவர்மெண்ட் வேலை கிடைச்சிருச்சு. இதோட வேலையை முடிச்சிட்டேன். இப்போ வந்து தமிழ்நாட்டுக்குள்ள இருக்கிற யாரும் அங்க இல்ல. எல்லாம் ஹிந்திக்காராச்சு. எல்லாம் ஹிந்திக்காராச்சு அங்க. நம்ம தமிழ்நாட்டாலும் வருது. வருது. ஏன்னா அந்த பார்த்த இடத்துல வந்து ஆளுங்க பார்த்த இடத்துல அன்னைக்கு இருக்கிற மாதிரி ஆள் இல்ல. இப்போ ஒரு 5 வருஷமா கம்மி ஆயிடுச்சு. அப்போ அது மீன் பிடிக்கிற ஆளான் கேട്ടോ. அவனா பேர் என்னண்ணா? പേര്? ശങ്കർ. ആ മീൻ പിടിക്കുന്ന ആളാണ് കേട്ടോ. വേറെ മീൻ പിടിക്കുന്ന ആളെ. ആ ശരി ശരി. അപ്പോൾ നമുക്ക് മൂപ്പരെങ്ങനെ വല വീശുക എന്നുള്ള കാര്യങ്ങളൊക്കെ കാണട്ടോ. എത്രയും വലിയ വല ഉണ്ട്.
ஐயோ காலை பிடி குட்டையில் போட்டு காலை புட்டியா பிடிச்சியா മൂപ്പരേ വല വീശാനുള്ള പരിപാടിയാണ് കേട്ടോ. കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടാവാന്നുള്ളത്. நான் போனேன் அது ஃபோன் இருக்குல்ல இருக்கு என்னமோ அப்படியே வந்தானா நான் போதான் சொல்லியிருப்பேன் போதான் பொருள் போடுது அதெல்லாம் ஆளாம் அங்கே தான் ரொம்ப மீன் அங்கே போயிடுச்சு பாரு മൂപ്പര് വല ഇട്ടിട്ടുണ്ട് കേട്ടോ. വല ഇങ്ങനെ വലിക്കാണ്. ஆமாம் அன்றைக்கி அதான் நீங்கள் மறுநாள் அன்றைக்கி நான் தஞ்சாவூர் விலைக்கு விட்டான் சந்தை கூட ഇതിലൊന്നും കിട്ടിയില്ല ചേട്ടാ. അങ്ങനത്തെ കുറേ മീനുകളുണ്ട്. ஓரம் ஃபுல்லாக ஆளாக இருக்காது என்னதான் உழுவுது കക്കല്ലേ കക്കത്തോടെ. ഇവരൊക്കെ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ടോ നമ്മളോട് ഇതാ മീനൊക്കെ പിടിക്കുന്നുണ്ട്. എല്ലാം കാണിച്ചു തരാനും പിടിക്കാനൊക്കെ ഭയങ്കര ആകാംക്ഷയിട്ടവർക്ക്. മുപ്പൊരു വള്ളത്തിൽ ഇറങ്ങിയിട്ടിട്ടുണ്ട്. ഇതുവരെ ഒന്നും കിട്ടിയില്ല കേട്ടോ. ചെറിയൊരു പരലിനെ കിട്ടിയത്. ഇതിലുണ്ടോ നോക്കാം നമുക്ക്. ഈ ഏട്ടനിക്കേ ഗവൺമെന്റ് ജോലിയാണ് കേട്ടോ. പൂച്ചി മരുന്ന്, അതായത് പ്രാണികൾ വരാതിരിക്കാനുള്ള നിലത്തേക്ക്. ഗവൺമെന്റ് വർക്ക് നമ്മളത്. ഉങ്ക ഇടം ഇറക്കാ. ശരി ശരി ശരി. ശരി ശരി. മീനെ കിട്ടിയ കാണിച്ചു കൊടുക്കട്ടോ മനസ്സിന്. ഫുള്ള് ചെറിയ പരലാളിട്ടാ. കുറച്ച് കിട്ടിയിട്ടുള്ളൂ. പിന്നെ കക്ക കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വലിയൊരു മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. സിലോപ്പിനെ. വലിയ സിലോപ്പി. നമ്മളിന്ന് കഴിച്ച മീനല്ലേ ജെസ്സിയ? പിടുത്തത്തിന് തന്നെ ആക്കണം കേട്ടോ അവർക്ക്. ലോക്കായതൊക്കെ എടുക്കണല്ലേ. ഇതിങ്ങനെ ഓരോരുത്തരും വല ഇടുമ്പോൾ ഒഴിവാക്കണല്ലേ എടുക്കാമേ. தண்ணி குறைவான நிறைய பிடிக்கலாம். நீ போட்டது ஆழம். ஆழத்தை போட்டிருக்க அது ஆழம். அங்கிட்டு போக அதுக்குன்னு போக முள்ளு கிடக்கும். நீ போட்டது ஆழத்தை முந்திருக்கு. இப்போ காவாசி மேலே காவாசி ஆளை கீழே பேசி அதில் ஏதாவது மாட்டு மருந்து பற்றியாண்ணா இந்த ஓரத்தில் வரலாம்டா. கீழே ஓரத்துலையும் முள்ளு கிடக்குறதுல. ஆமாம் கேரளா சும்மா சுற்றி வந்துருக்காங்க. ஒப்பரா பார்த்தல மாமா சுத்தம் தண்ணி அந்த ஏரியா சும்மா சுற்றி வந்துருக்காங்க. எப்போ காலைல ഇതട്ടോ കക്ക കിട്ടിയിട്ടുണ്ട്. കക്ക ഇങ്ങനെ പച്ചക്ക് എന്നാലോ? തിന്നാറില്ല.
എന്താട്ടോ കക്ക അതിനുള്ളത് ഇറച്ചി നോക്കിട്ടോ അടാറ് ഇറച്ചിട്ടോ. ഇത് കളയല്ലേ നമുക്ക് ഉണ്ടാക്കാം. ഇതിങ്ങനെ പൊരിക്കാം മാവും കൂട്ടി പൊരിക്കാം. ഒരു സിലോപ്പിൻ്റെ കുട്ടി കേട്ടോ, ചെറുത്, പിടിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇതാ വേറൊന്ന് കണ്ടാണേ, നല്ല രസമുണ്ട്. നമ്മളേ മാലിക്ക് തൊട്ട് അവിടെ നിൽക്കണേ, ഞങ്ങൾ ഇക്കരാണ് കേട്ടോ മീൻ പിടിക്കണേ. എന്താ മാലിക്കനെ കാണാൻ വേറെ തന്നെ മഞ്ചല്ലേ അവിടെ കണി, അടിപൊളി. ഇതിന്നേ മീൻ എടുക്കണ നോക്കിട്ടോ, ആദ്യം വല ഇട്ട അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അതിന് ഊരിയെടുക്കാൻ. பரவாயில்லடா, இதுவும் பெருசு தான்டா. எவ்வளோடா, இன்னும் ஒன்று இருந்தால் மாட்டோம்டா. ഇവിടെ ഒരു വല ഉണ്ടെങ്കിൽ ഒരു നേരം കൂട്ടാൻ വെക്കാനുള്ളത് കിട്ടൂലേ. കറി സമക്കരൊക്കെ ഇറക്കും. ഒരു 2-3 കടച്ചാലേ പോതും. பத்தாதா? ஒரு வருஷம் ஒரு ஏரியாவுக்கு புத்திர குமரசாமி ஆலப்புள்ள இங்கிட்டு இது வெள்ளப்புள்ள എന്തേന്ന് വർക്ക് எல்லா വർക്കും നാത്ത് പരി തെന്ന മരത്തിൽ തെങ്ങ് വെട്ടത്. ഇപ്പൊ നാട്ടിൽ തന്നെ, ഇപ്പൊ ഇവിടെ തന്നെ, ഇപ്പൊ പുറത്തൊന്നും പരിപാടിയില്ല. ഇപ്പൊ മഴ ഉണ്ടില്ല, ഇപ്പൊ മഴയാണ് അവിടെ.